ഇത് ഒരു സാധാരണ നാടൻ വിഭവമാണ്. ഈ ജങ്ക് ഫുഡിൻ്റെ കാലത്ത് കൊളസ്ട്രോളൊന്നും ഉണ്ടാവാതിരിക്കാനും അതുപോലെ ഷുഗറൊന്നും ഉണ്ടാതിരിക്കാനും പറ്റിയ ഒരു ഫുഡാണ്. 4 മണി പലഹാരമായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം ആണ്. ഒരു ആട്ടമാവ് എടുക്കുക ഒരു പാത്രത്തിൽ, പിന്നെ കുറച്ച് ഉപ്പിടുക അതിൽ ആവശ്യത്തിന്, പിന്നെ തേങ്ങ ചിരവിയത് ഇടുക, ശർക്കര ആവശ്യത്തിന് ഇടുക. മധുരം വേണ്ടാന്നുള്ളവർക്ക് ശർക്കര ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ ജീരകം ഇടുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ഇടുക. എന്നിട്ട് വെള്ളമൊഴിച്ച് നന്നായി കുഴയ്ക്കുക. തണുത്ത വെള്ളം ഒഴിച്ചാൽ കുറച്ച് നല്ല സോഫ്റ്റായിട്ടിരിക്കും. തണുത്ത വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ച് വാഴയില എടുത്ത് വാഴയിലയിൽ അത് അട നന്നായി പരത്തി അപ്പച്ചമ്മേലിൻ്റെ ആവിയിൽ പുഴുങ്ങിയെടുക്കുക. ഇതാണ് ഈ പലഹാരത്തിൻ്റെ റെസിപ്പി. ഇത് സാധാരണ നമ്മൾ വീടുകളിലൊക്കെ 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ്. ഈ ജങ്ക് ഫുഡിൻ്റെ കാലത്ത് അതൊക്കെ കഴിച്ച് കൊളസ്ട്രോളും പ്രഷറും ഒക്കെ കൂടാതെ, അതുപോലെ ഷുഗറൊക്കെ കൂടാതെ നമുക്ക് നാടൻ വിഭവമായി ഉണ്ടാക്കി പെട്ടെന്ന് എടുക്കാവുന്ന ഒരു വിഭവമാണ് ഈ ആവിയിൽ പുഴുങ്ങിയ അട. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് വളരെ ഈസിയായി നമുക്കുണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ നല്ലൊരു റിച്ച് ഫുഡായിട്ടും കൊടുക്കാം. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് നന്നായി ഉണ്ടാക്കിയാൽ നല്ലൊരു 4 മണി പലഹാരമാണ്. ഈ വറുത്തതും അതുപോലെ പൊരിച്ചതും ഒക്കെ കഴിച്ച് എണ്ണയൊക്കെ ഒത്തിരി ഉപയോഗിച്ച് കുട്ടികൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാവാതെ നല്ല രീതിയിൽ ആരോഗ്യപ്രദമായ രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. സമയമുള്ളപ്പോൾ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവരൊരു രുചികരമായൊരു ഫുഡാണ്. അവർ കൂടുതൽ പിന്നെ അതിനോട് താല്പര്യം കാണിക്കും. അതിപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതിയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഈ വാഴയിലയിൽ ഇങ്ങനെ നന്നായി അട രൂപത്തിൽ പരത്തിയെടുക്കുക. ഇതല്ലാതെ നമുക്ക് ദോശക്കല്ലിൽ വെച്ച് അട ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് ഒന്നിച്ച് കുറച്ച് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വാഴയിലയിൽ പൊതിഞ്ഞ് നന്നായിട്ട് പരത്തി പൊതിഞ്ഞ് അത് അപ്പച്ചമ്പിൻ്റെ ഉള്ളിൽ വെച്ച് നന്നായി ആവി കയറ്റി വേകുമ്പോൾ എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചൂട് പോയി കഴിഞ്ഞ് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ഈ പരത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അടിപൊളിയാണ്. ഇത് നല്ല സൂപ്പറാണ്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റായിരിക്കണം. ഇതാണ് ഇപ്പോൾ അട റെഡി ആവാറായിട്ടുണ്ട്. നമ്മൾ അതെല്ലാം പാത്രത്തിലേക്ക് ആക്കുകയാണ്. പാത്രത്തിലേക്കാക്കി ഒരു അരമണിക്കൂർ, ഒരു 10-20 മിനിറ്റോളം ആവി കയറ്റിയതിന് ശേഷം അതെടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് നമുക്ക് എടുക്കാം. ആവി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു 10-20 മിനിറ്റോളം വെച്ചാൽ മതി. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല പാകമായിട്ടുണ്ട്. പുറത്തെടുത്ത് വെച്ച് അത് നന്നായി ചൂട് മാറിയതിന് ശേഷം എടുക്കുക. ഇതാണ് ഈ കാണുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് ശർക്കര ഇട്ടുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത്. ശർക്കര വേണ്ടാന്നുള്ളവർക്ക്, മധുരം വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കി ഉണ്ടാക്കാം. ഇച്ചിരി തേങ്ങ അല്പം കൂടുതലായിട്ട് ഇട്ടാൽ മതി. ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി